എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചക്ക കൊണ്ട് ഒരു പലഹാരം ഉണ്ടാക്കുന്നത് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചക്ക വേവിച്ച് മിക്സിയിലടിച്ച് ശർക്കര പാവിലിട്ട് നന്നായി വലിച്ചതിന് ശേഷം ഞാൻ അരി കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അരച്ച് അതിലേക്ക് നാളികേരം പിന്നെ ഏലക്കായ പൊടിച്ചിട്ട് നാളികേരം വറുത്ത് ഇട്ടു. പിന്നെ ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ ഇതങ്ങനെ ഇല വെച്ച് അതിലേക്ക് ഞാൻ അതൊഴിച്ച് അതിൽ ആവി വരുത്തിയിട്ട് ഒന്ന് പണ്ട് ഇഡ്ഡലി പാത്രത്തിൽ തുണി വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാറില്ല, അതുപോലെ ഞാൻ പൊടിയരിയുടെ ഇല വെച്ച് അതിൽ മാവ് ഒഴിക്കണം കേട്ടോ. അങ്ങനെ അതാ ഒരു പലഹാരം ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ കുഴിയിൽ മാവ് ഒഴിച്ചിട്ട് ഇഡ്ഡലി മാതിരി ഉണ്ടാക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ആവി വരുത്തിയതിൻ്റെ വെച്ചെങ്കിൽ നമുക്ക് 4 മണി പലഹാരമായിട്ട് നമുക്ക് ചായക്ക് എടുക്കാൻ പറ്റും. പിന്നെ കുട്ടികൾക്കും വയസ്സായവർക്കൊക്കെ നല്ലത് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതിൽ പൊതിഞ്ഞിട്ടും വെക്കുന്നുണ്ട്, നമ്മൾ പൊതിയായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അത് ആവി വരുത്തിയിട്ട് അങ്ങനെ വെക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടാണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക കേട്ടോ. അങ്ങനെ അതാ നമ്മുടെ ചായയുടെ പലഹാരം ഇതാ റെഡി. സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇതിങ്ങനെ പൊതി ഇങ്ങനെ ഇലയിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ട് വാഴയുടെ ഇല ഇങ്ങനെ വാട്ടിയിട്ട് അതിലും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പൊതി. അങ്ങനെ ഇതാ ഇങ്ങനെ ഉണ്ടാക്കി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടും കഴിക്കാൻ പറ്റും കേട്ടോ. കഷ്ണമാക്കിയിട്ട് മുറിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഇത്. ഇങ്ങനെ കഷ്ണം കഷ്ണമാക്കി മുറിച്ച് ടി വി കാണുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി നോക്കും. ഓക്കെ, താങ്ക് യു.